സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 1960 കാലഘട്ടമാണ്. ഇവിടെ ഒരു മദാമ്മയും കുറച്ച് ആളുകളും കൂടെ 2 ബോഡി കൊണ്ടുവരുന്നതാണ്. ആ ബോഡി മദാമ്മയുടെ ഭർത്താവിന്റെയും ഭർത്താവിന്റെ രഹസ്യ കാമുകിയുടെയുമായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഈ കാടാണ്. ഇവിടെ കുറച്ച് ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കുറച്ച് പിള്ളേർ അവിടെ ഒരു മൃഗത്തെ വെടിവെക്കാൻ നോക്കുന്നതുമാണ്. അതിനുശേഷം ഈ സിനിമയിലെ പോലീസുകാരനായ നായകന് കാണിക്കുന്നു. അയാൾ പുതിയ ജോലിസ്ഥലത്തേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ തന്നെ അയാൾ യാത്ര ചെയ്തിരുന്ന വാഹനം ഒരാളെ ഇടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ തന്നെ ഇയാളെ ആശുപത്രിയിലെത്തിക്കുന്നു. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് ആനന്ദിന് ഒരു വാക്കി ടോക്കിയും കിട്ടുന്നു. അതിനുശേഷം ആശുപത്രിയിലെത്തിയ ആനന്ദ് ആ വാക്കി ടോക്കി തന്റെ സീനിയർ ഓഫീസർക്ക് കൊടുക്കുന്നു. പിന്നീട് അവർ കുറച്ച് പോലീസുകാരുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ആ വാക്കി ടോക്കിയിൽ നിന്ന് സഹായം ചോദിച്ചുകൊണ്ടുള്ള ഒരു തമിഴ് പോലീസുകാരന്റെ സന്ദേശം എത്തുന്നു. അതിനുശേഷം അവർ 3 പേരും കൂടി ആ തമിഴ് പോലീസുകാരനെ കണ്ടെത്താൻ കാട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവർക്ക് സ്റ്റീഫനെ കണ്ടെത്താൻ കഴിയാതെ വരുന്നു. തുടർന്ന് സ്റ്റീഫൻ ജോർജ് എന്ന അയാളുടെ പേര് വെച്ച് അയാൾ ശരിക്കുമുള്ള ആളാണോ എന്നറിയാൻ അവർ അയാൾ ജോലി ചെയ്തിരുന്ന സ്റ്റേഷനിലേക്ക് വിളിച്ചന്വേഷിക്കുന്നു. അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. സ്റ്റീഫൻ ജോർജ് എന്ന പോലീസുകാരനും അയാളുടെ ടീമും കുറച്ച് കുറ്റവാളികളും ആ കാട്ടിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായവരാണെന്ന്. ഇത് കേട്ടപ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന റെജി എന്ന പോലീസുകാരൻ പേടിച്ച് അവരോട് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് പോകുകയാണ്. ശേഷം ആനന്ദും എസ്.ഐ അശോകനും സ്റ്റീഫൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പോൾ അവർ അവിടെ ഒരു മനുഷ്യന്റെ അസ്ഥികൂടമാണ് കാണുന്നത്. അത് കണ്ട് അവർ ഞെട്ടിപ്പോകുന്നു. ശേഷം അവർ വാക്കി ടോക്കിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സ്റ്റീഫനോട് ഇത് ഏത് വർഷമാണെന്ന് ചോദിക്കുമ്പോൾ 1994 പറയുന്നു. അത് കേട്ട് അവർ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. പണ്ട് ഈ കാട്ടിൽ വെച്ചായിരുന്നു പോലീസിനെ വെട്ടിച്ച് അവർ കൊണ്ടുവന്ന പ്രേതികൾ കാട്ടിലേക്ക് ഓടിയതും അവരെ പിന്തുടർന്ന് സ്റ്റീഫനും ടീമും കാട്ടിലേക്ക് പോയതും അവിടെ കുടുങ്ങിയതും. പിന്നീട് കാണിക്കുന്നത് അവരുടെ അടുത്തുനിന്ന് പോയ റെജി എന്ന പോലീസുകാരൻ ഒരു ചതുപ്പിൽ വീണുകിടക്കുന്നതാണ്. അയാളെ രക്ഷിക്കുന്നതിനിടെ കൂടിയുണ്ടായിരുന്ന പോലീസുകാരന്റെ കൈമുറിഞ്ഞ് ചോര നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം ആ കാട് മുഴുവൻ ഇരുണ്ടതായി മാറുന്നു. അത് കണ്ടുപേടിച്ച ആ പോലീസുകാരൻ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ വീണ്ടും ആ ലൂപ്പ് സംഭവിക്കുന്നത്. അവിടെ നിന്ന് ആനന്ദ് 1960 ആ മദാമ്മയുടെ സമയത്തിലേക്ക് പോകുകയും പിന്നീട് 1994 സ്റ്റീഫന്റെ സമയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ വീണ്ടും ചോര വീഴുകയും ശബ്ദമുണ്ടാകുകയും ചെയ്തതോടെ ഈ ലൂപ്പ് വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ആനന്ദ് ഒരാളുടെ അടുത്തേക്ക് എത്തുകയും ഈ കാടിന്റെ പിന്നിലെ ഭയാനകമായ രഹസ്യങ്ങളും ഇവിടെ നടക്കുന്നത് സാധാരണ സംഭവങ്ങളല്ലെന്നും മനസ്സിലാക്കുന്നു.